എല്ലാവർക്കും നല്ല വണക്കം. സായൽഗുഡിയിൽ നിന്ന് വണക്കം. ഞങ്ങളിവിടെ നിന്ന് കാലത്തെ പുറപ്പെടുവാണ്. നേരം വെളുത്തുള്ളപ്പോൾ ചായ പറഞ്ഞിട്ടുണ്ട്. ചായയും ബോണ്ടയും വടകളൊക്കെ ഉണ്ട്. അപ്പോൾ ചായയും 2 ബോണ്ടയും വടയൊക്കെ മേടിച്ച് വണ്ടിയിൽ വെച്ചിട്ടേക്ക് പോകാം. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയത് ഞാൻ ഇന്നലെ പറഞ്ഞില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും ചാരി വയ്ക്കാനേ പറ്റുള്ളൂ. ഇനി തൂത്തുക്കുടി ചെന്ന് നോക്കണം, കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ട് പയ്യെ ഞങ്ങൾ പുറപ്പെടാം. ഓക്കെ. അങ്ങനെ വീണ്ടും സഞ്ചാരികൾ ഇന്നത്തെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. വെള്ളിമാഷിൻ്റെ ടയർ വീണ്ടും പണിയാണെന്ന് തോന്നുന്നു. രാവിലെ ആളോട് ചിരിച്ച് കാണിച്ച് തിരിച്ച് മേടിക്കണം. അതാണ് നമ്മുടെ യാത്രയുടെ ഒരു പ്രധാന മോട്ടോ. ഇതുണ്ടോ, തമിഴ്നാട് നിർമ്മിക്കുന്ന കുളങ്ങൾ കണ്ടോ? അത് എവിടെയെങ്കിലും ഇത്തിരി താഴ്ചയിൽ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ മുഴുവൻ ഇതുപോലെ വലിയ കുളങ്ങൾ ഇപ്പോൾ ഒരുപാട് നമ്മൾ കണ്ടു വഴിയിൽ. എന്നിട്ട് അങ്ങനെ കുളങ്ങളുണ്ടാക്കിയിടും. അപ്പോൾ അതിൽ വെള്ളം കെട്ടി നിന്ന് കഴിയുമ്പോഴത്തേക്കും നാളെ വന്നിട്ട് അതെല്ലാം നല്ല വെള്ളമായി മാറും. We are moving to Thoothukudi. It's about 75 kilometers from here. It's a totally bare lands around. Yeah, it's beautiful. ഇംഗ്ലീഷിൽ പറയാൻ ചാനൽ സായിപ്പിന് മനസ്സിലായില്ല എന്ന് പറയല്ലേ. നമ്മുടെ അവിടെ യക്ഷികയറി ചുമ്മാ കുത്തിയിരിക്കുമ്പോൾ ഇവിടെ ഇതൊരു ന്യായമായ വ്യവസായമാണ് കേട്ടോ. കരിമ്പന, കള്ള്, കരിപ്പെട്ടി, ശർക്കര വഴി നീളണ്ടേ. ഇതൊരു കുഞ്ഞി ചർച്ച്. തകര വീടുകൾക്കുള്ളവരെ ആൾക്കാരെങ്ങനെ കിടക്കും? പക്ഷെ കിടന്നല്ലേ പറ്റൂല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇനി ചിരിച്ച് ഇംഗ്ലീഷും കൂടെ ആക്കണം, അല്ലെങ്കിൽ സാഹിബിന് മനസ്സിലായില്ലെങ്കിലോ. നമ്മുടെ ചാനലേ ഇതാണ് വേലായുധപുരം. ഇത് ECR എന്ന് പറയുന്ന കന്യാകുമാരി സ്ട്രൈറ്റ് നീണ്ടു കിടക്കുന്ന ഹൈവേ തന്നെയാണ്. നമ്മൾ പോകുന്നത് ആക്ച്വലി കടലിൻ്റെ തീരത്തോടെയാണ്. തീരം എന്ന് പറഞ്ഞാൽ ഒരു 1 കിലോമീറ്റർ ഒക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് മാറിക്കഴിഞ്ഞാൽ കടലാണ്. അതിൻ്റെ മണലെല്ലാം കയറി കിടക്കുന്നത്. പക്ഷെ നമുക്ക് കടൽ വിസിബിളായിട്ടുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല. പാൽമറ സൂര്യനെതിരെ ഇതുവരെ കിടക്കപ്പായെന്ന് എണീക്കാത്തതല്ല, ഒളിച്ചു നിൽക്കുവാണ്. നല്ല കേട്ടോ. തീയന്ന നദിയ കായല വണക്കോ. കുടിത്തണ്ണി ചെറിയൊരു കയറ്റമാണ്. ഇത് വീഴ പൂഞ്ചിര ചവിട്ടുന്നത് നമുക്കോ. പറഞ്ഞാൽ വിളത്തിക്കുളം, വയറ്റാർന്ന ഉച്ചിനാഥം, സെവൽപ്പെട്ടി അപ്പടിയെല്ലാം ഇருக்கு. ஆமா, மூணாறு, மதுரை, தேனி, அப்புறம் போய் தனுஷ்கோடி போச்சு. அப்புறம் இனி இந்த ஓடி தூத்துக்குடி. உங்களை பார்த்த പോലെ സന്തോഷം. പിള്ളേരല്ല, യൂത്ത്. അവര് ഞങ്ങൾ ഇവിടെ വർത്താൻ പറഞ്ഞിട്ട് നിൽക്കുക, കുറച്ച് ഫ്രണ്ട്സ് പിള്ളേർ. இங்கே பியூட்டிஃபுல்லாக ஒரு மரத்தை பார்த்தேன். கொஞ்சம் என்ன மரம் என்னன்னு தெரியாமல், ஆனால் ரொம்ப அழகாக இருக்குது. அதான் இங்கே வந்தேன். ஏன் வணக்கம். இந்த பெரிய மரத்தை பார்த்தப்போ தான் கொஞ்சம் நேரம் ரோஸ்ட் பண்ணலான்னு நினச்சேன். இது என்ன ஊர்? இது என்ன? மேல்மண்டை. இது என்ன கம்மா சொல்லுவாங்க. அப்படியா? அப்படியே திருநெல்வேலி வெளியே இல்லை. இப்போ நான் இப்போ இங்கேருந்து வருது, ராமேஸ்வரத்துலேருந்து வருது.
கடலோரமா போகல. உங்களோட பேர் என்ன? என் பேர் தாசன். தாசன். சரி. டோல் கட்டு வரோம். நம்ம சைக்கிளுக்கு டோல் இல்லை. ஓ, இது என்ன இடம்? സൈക്കിളിൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയത് കൊണ്ട് இந்த മരത്തിൽ സാരി വെക്കലാം. അയ്യോ, ആ ഇതിനപ്പുറം മുഴുവൻ പെലിക്കൻ എന്നല്ലേ പറയുന്നത്, വലിയ കൊക്കുള്ള സാധനം. എന്തുമാത്രമാണെന്നറിയോ, ഹൺഡ്രഡ്സ് ഇരിപ്പുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടത്തില്ല. ഇത് നോക്ക്, നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ആംബിയൻസ് ഉണ്ടാക്കി. മെയിൻ റോഡ് അപ്പുറത്തോടെ പോകുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ, ഈ മരം കണ്ടപ്പോൾ, ഈ ആൽമരം കണ്ടപ്പോൾ ഒന്നും വന്ന് കാണാതിരിക്കാൻ സാധിച്ചില്ല. നോക്ക്, അതായത് നേരായ വഴിയിലൂടെ മാത്രം നമ്മൾ സഞ്ചരിച്ച് അങ്ങനെ പോകൂ. ഇടവും ഞാൻ തിരിയില്ല, വലവും തിരിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കാഴ്ചകൾ നമുക്ക് കിട്ടില്ല. അത് ഇത് മാത്രമല്ല, ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഇത്തിരി ഇടം വലം തിരിഞ്ഞ് ചുറ്റുംപുറം നോക്കി യാത്ര ചെയ്യുമ്പോഴാണ് കാണാത്ത പലതും കാണുന്നത്. ആൽമരം ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണേ, അതിൻ്റെ വേരുകളിലൂടെ. വാ, നോക്കൂ. ஏய் பெண்ணிமாஷா, எப்படி இருக்க? சூப்பர். എനിക്ക് ഇവിടെയൊക്കെ രാത്രി വന്ന് ടെൻ്റ് ഇട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാണല്ലോ, കിടക്കാന്ന് പറഞ്ഞാൽ അത് അവിസ്മരണീയമാവും അല്ലേ. പക്ഷേ നമുക്ക് അറിഞ്ഞുകൂടാ ഇവിടെ അങ്ങനെ കിടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ നമ്മളൊന്ന് രണ്ട് പേരൊക്കെ ഉണ്ടേ കുഴപ്പമില്ല, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. പകല് പിന്നെ പ്രശ്നമില്ല. പിന്നെ ബെന്നിമാഷൊക്കെ ഉള്ളപ്പം നമ്മൾ കെയർ ചെയ്യണ്ട. അതേ എനിക്ക് സന്തോഷം അവിടെ കിടക്കാനൊക്കെ. ഇതിൽ സെറ്റായിട്ടുള്ള സ്ഥലം ഇനി നിങ്ങൾ ലേമർഡീനിൽ പോയി എടുത്താലും കിട്ടൂല. ടേസ്റ്റുണ്ട്. കേരള കേരള വന്ന് மதுரை, ராமநாதபுரம், தனுஷ்கோடியெல்லாம் போய் இப்போ திரும்பி தூத்துக்குடி, கன்னியாகுமரி, இந்தபடி கொச்சிக்கே போகல. வணக்கங்க, நல்லா இருக்கு. தூத்துக்குடி இனி 50 கிலோமீட்டர். அது கேட்காது, நான் பேசுகிறேன். நான் கேரளான்னு வர்றேன் சார். இந்த பயணம் எதுக்காக? ஒன்றும் இல்லைப்பா, சும்மா இன்ட்ரெஸ்ட், அவ்வளோதான். ஹோபி. கேரளா. கேரளாவில் இடுக்கி. ஆமாம், அங்கேருந்து நாங்கள் மதுரை போய் ராமேஸ்வரம் அப்படியெல்லாம் பார்த்தோம். தனுஷ்கோடி போய் இப்போது தூத்துக்குடி, குடங்குளம், கன்னியாகுமரி அந்த ஒன்றுல போயிட்டு இருந்தேன். எல்லா டைம் வருஷம் போல் இது போல் வருவீங்களா? இல்லை ஏதாவது எங்கேயாவது போகும். இப்போ இது வந்து 7வது நாள், 7th டே. ஓ, 7வது முறையா? 7வது நாள். 2 பேர் மட்டும்தானா சார்? நான் ஒரு யூடியூபர். ஆமாம். இது என்னோட யூடியூப் பார்த்தாச்சா? ஒரு நிமிஷம். அங்கே சேனல் என்ன சார்? சாயல்குடி ஜெகன். சரி, ஃபேஸ்புக் சேனல்ல, யூடியூப்ல இல்லை, யூடியூப் இருக்கு. சாயல்குடி ஜெகன். சாயல் SAYAL சேனல். நம்ம சேனல் டக்கரம் பினோய்ஸ் ட்ராவல் டைரி. நல்லா பண்ணுங்க, ரொம்ப சந்தோஷம். மீட் பண்ணிடல சார். காஃபி டீ சாப்பிட்றீங்களா? இப்படி இல்லைங்க, இப்போ நாங்கள் வந்து கொஞ்சம் ஸ்நாக்ஸ் எடுத்துகிட்டு போனேன் சாயல்குடியில். இப்போ ஒரு ஆல்மரம் இதெல்லாம் இல்லை, ஒரு லேக்கு இங்கேருந்து சாப்பிட்டாச்சு. இப்போ போன வழியில் கொஞ்சம் ஏதாவது சாப்பிட்றோம். டீ நான் உங்களுக்கு பிரேக்ஃபாஸ்ட் வாங்கி தரட்டுமா? ஓ இல்லைங்க, தண்ணியெல்லாம் இருக்கு. சரி, இப்போ கொஞ்சம் நேரத்துக்கு அப்புறம் ஏதாவது ஹோட்டல் பார்த்துறோம்னா அங்கே சாப்பிட்றோம். சரி சார், ரொம்ப சந்தோஷம். ரொம்ப தேங்க்யூ சார். ஹாப்பி ஜர்னி சார். താങ്ക് യു സാർ. നദി പേരെന്നാ? വൈപ്പാർ. അവിടെ നമ്മുടെ ആലുവ മണപ്പുറത്തെ പോലത്തെ പരിപാടി, ഒരു ടെമ്പിൾ ഉണ്ടാക്കുന്നു പുഴയുടെ നടുക്ക്. വൈപ്പാർ. ഇங்கே வந்து ஏதாவது சாப்பிடல, பூரி எல்லாம் உண்டு. ராமேஸ்வரத்தில் இருந்து இங்கே சாயல்குடி வந்து சாயல்குடி வந்து இந்த காலையில். ஆமாம், கோட்டில் விக்னேஷ் இல்லையா? இந்த இடம் ஏதா? வைப்பார். வைப்பார். வைப்பார்.
அருண் இந்த இதெல்லாமே வீடியோ எல்லாமே நான் இதில் ஷூட் பண்ணிடலாம். ஓகே, இந்த ட்ரிப்பு கம்ப்ளீட் இதில் வரும். ஒரு 15 വീഡിയോസ് വരും. ഓക്കെ, பார்க்கல. ശരി. പാവം ആ ഹോട്ടലിലെ പയ്യനെ കണ്ടില്ലേ, അരുൺ. അവൻ ആ ജനിച്ചപ്പോഴും അങ്ങനെയാണ്, ബാധിതനാണ്. അങ്ങനെ കിടന്നുകൊണ്ട് അവൻ BCom പാസ്സായി. പക്ഷെ അവനൊരു ജോലിക്ക് പോകണമെന്നുണ്ട്. പക്ഷെ അവൻ്റെ ഉടമ്പ് ശരിയല്ല, അവന് ഭയങ്കര ഇൻഫെക്ഷൻ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റണില്ല. എനിവേ, ലൈഫിൽ എന്താ പറയുക ഇതിനൊക്കെ. അവന് നമ്മുടെ യൂട്യൂബ് ചാനൽ കൊടുത്തു. വേറെ ഒന്നുമില്ല കേട്ടോ, അവനവിടെ കിടക്കുമല്ലേ. അപ്പം അവന് ഈ ഭൂമിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാനും കാണിച്ചു കൊടുക്കാമല്ലോ. കരിമ്പന കൃഷിത്തോട്ടം ഉഴുതിട്ടിരിക്കുന്നു. ഇവിടുത്തെ ചേട്ടൻ കാര്യമായിട്ട് കൃഷിയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഉഴുതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതോ ഇനി അതിൻ്റെ ഇടയ്ക്കൂടെ വേറെ വല്ലതും നടാനാണോ? ഈ കരിമ്പന മുതലാളി ചില്ലറ മുതലാളി അല്ല കേട്ടോ. നോക്കിയേ, ദൂരം നോക്കിയേ. നമ്മുടെ കാറ്റാടി യന്ത്രത്തിൻ്റെ വാലും തലയും കോലും കുറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു കേട്ടോ. അതെ 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 അതെ. ഇത് ആകാശത്ത് പൊങ്ങി നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും കാണാനില്ല, ഇച്ചിരി ഉള്ളൂ. ട്രാഫിക് ബ്ലോക്ക്. എന്താ മധുര, ധനുഷ്കോടി എല്ലാം പോയി. ഇനി തൂത്തുക്കുടി, കൂടங்குളം, കന്യാകുമാരി ഇതപ്പടിയാ പോയാ. சரி. நான் தெரியுமா, மைல் தூத்துக்குடி நீ 37 കിലോമീറ്റർ. ഒരു 50 മീറ്റർ ഓഫ് റോഡ്. ഇങ്ങനെ ഇനി കഞ്ഞിക്ക് ഉപ്പില്ല, കപ്പയ്ക്ക് ഉപ്പില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. കിടക്കണു മല പോലെ നീലപ്പഴുതാക്കി മൂടിയിട്ടങ്ങനെ ഉണ്ടാ. അതെ, നിസാര ഉപ്പ് തൊട്ടുകൂട്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി എന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ ലോകത്ത് ഇതുപോലെ മനുഷ്യന് ഉപയോഗപ്പെടേണ്ടതായ സാധനങ്ങളുടെ വോളിയം എന്തോരം വേണം എന്നാലോചിച്ച് നോക്കുമായിരുന്നു. ഒരു ഉപ്പിന് വേണമെങ്കിൽ തന്നെ ഇതുപോലെ ഇത്ര വോളിയം വേണം. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ അളവൊക്കെ എന്തായിരിക്കും അല്ലേ, അരിയുടെയൊക്കെ. അപ്പോൾ ഈ എത്ര കിലോമീറ്ററുകളാണെന്നറിയോ, എത്ര കിലോമീറ്റർ. തൂത്തുക്കുടി എത്തുന്നവരേക്കും, തൂത്തുക്കുടി കഴിഞ്ഞ് നമ്മൾ കന്യാകുമാരി സൈഡിലോട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇത് തന്നെയായിരിക്കും നമുക്ക് കാണേണ്ടത്. ഉണങ്ങാത്ത ഉപ്പ് ഉള്ളതാണോ എങ്ങനെയാണോ? ഇന്നലെ മുഴുവൻ പാടത്തിൻ്റെ പച്ചപ്പായിരുന്നെങ്കിൽ ഇന്ന് മുഴുവൻ പാടത്തിൻ്റെ വെളുപ്പ. അല്ലേ, നോക്കൂ, ഒരു ലോഡ് ഉപ്പ്. சைக்கிளே வரீங்களா? சைக்கிள் வர சைக்கிளே தான் வரா. 7 നാളാச்சு. 7 നാളാச்சு. இப்போ എതോടെ വരിക? അതെല്ലാം അടിച്ചു കൂട്ടുന്ന പരിപാടിയാണ്. ടൗണിൽ പോകണം, ഹൈവേ നിന്ന് വിട്ടിട്ട്. നമ്മുടെ സൈക്കിളിൻ്റെ സ്റ്റാൻഡ് ഒന്ന് ശരിയാക്കണം. ബെന്നിമാഷിൻ്റെ ട്യൂബ് ഒന്ന് നോക്കിക്കണം. ഇടയ്ക്കിടയ്ക്ക് കാറ്റ് കുറയുന്നുണ്ട്. അതങ്ങ് വേണമെങ്കിൽ അതങ്ങ് മാറിയിട്ട് പോവല്ലേ ബുദ്ധി. തൂത്തുക്കുടി പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ സൈക്കിൾ സ്റ്റോർ തപ്പിപ്പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഓൾഡ് ബസ് സ്റ്റാൻഡ്, എയർപോർട്ട് എല്ലാമേ അങ്ങനെ സ്റ്റാൻഡ് കിട്ടി. 7th ഡേ, ഇന്ന് 7ാമത്തെ. എന്നോട് ID ചക്രം യൂട്യൂബ്.
യൂട്യൂബാ? അപ്പം ന്യൂനമർദ്ദത്തിൻ്റെ നല്ല കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഴ നോക്കി നിന്നിട്ട് കാര്യമില്ല, മഴയത്ത് വൈകി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണേ. തൂത്തുക്കുടിയിൽ വന്ന് മഴ നനയാനാണ് ഇന്നത്തെ ഭാഗ്യം. ഒരു കണക്കിന് മഴ നല്ല കേട്ടോ, ചൂടില്ലല്ലോ, ഭയങ്കര സുഖമാണ് റൈഡ് ചെയ്യാനായിട്ട്. അകലെ കാണാൻ പറ്റുന്നുണ്ടോ ആ 2 ഫണൽ പോലെയൊക്കെ ഇരിക്കുന്നത്? അതാണ് തൂത്തുക്കുടി താപ വൈദ്യുത നിലയം, തെർമൽ പ്ലാന്റ്. അതിന് മുമ്പിൽ കൂടെ അതൊന്ന് വീഴുന്നേ. സെലിമാഷിന് മഡ്ഗാർഡില്ലാത്തതുകൊണ്ട് കുറച്ച് ചെളി തെറിച്ച്, എന്നാൽ ബാഗിരിക്കുന്നതുകൊണ്ട് കുറച്ച് പ്രൊട്ടക്ഷൻ ഉണ്ട്. റോഡ് വായിക്കാം. ഇടത്തോട്ട് 3 കിലോമീറ്റർ തൂത്തുക്കുടി ഹാർബർ, തിരുച്ചെന്തൂർ 35 കിലോമീറ്റർ, നേരെ മധുരൈ 136 കിലോമീറ്റർ വലത്തോട്ട്. ഊണ് കഴിച്ചു. വിശപ്പിൻ്റെ ഭ്രാന്തിൽ ഊണ് കഴിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി. ആ തൂത്തുക്കുടി പട്ടണത്തിൽ വെച്ച് ഇച്ചിരി നേരം മഴ നനഞ്ഞ് ജേഴ്സിയും ഷോർട്സും ഒക്കെ നനച്ചത് മിച്ചം. ഇപ്പോൾ മഴ പോയി, പക്ഷെ അത് നന്നായിട്ട് മഴ പെയ്തു. എന്നാ പറയുക, ചൂടെന്ന് പറഞ്ഞ സംഭവം അങ്ങ് പോയി. ഈ വെള്ളത്തിൽ മറഞ്ഞിരിക്കുന്ന കുഴികളുണ്ടോയെന്ന് പേടിച്ചാണ് വരുന്നത്. എന്നിട്ട് കഞ്ഞി കുടിക്കാനിരുന്നപ്പോൾ ഇച്ചിരി ഉപ്പ് തന്നുമില്ല. അതുകൊണ്ട് പച്ചരിച്ചോറ് അങ്ങോട്ട് പീച്ചിട്ടൊരു രസം വന്നില്ലേ. കന്യാകുമാരി 101 നേരെ. എല്ലാവരും പറയും കായൽപട്ടണം പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്നാന്നറിയാൻ പോയി നോക്കുക. കായൽപട്ടണത്തിനുള്ള ബൈപ്പാസ് റോഡാണ് 4 കിലോമീറ്റർ എന്ന് കാണിക്കുന്നത്. പൂവിന് ഉപ്പുണ്ടാണ് എത്ര നാൾ വേണമായിരിക്കും. ആഹാ, ഇവിടെ വലിയ ടർഫൊക്കെ ഉണ്ടല്ലോ, ഇൻഡോർ ARC. ഇന്ത്യൻ അറേബ്യൻ ഇതാണ്. ഇപ്പോൾ ഇവിടെ കായലെവിടെയാണെന്ന് എന്നോട് ചോദിക്കരുത്. ഇപ്പോൾ കോഴിക്കോട് പോയിട്ട് കോഴി എവിടെ ചോദിച്ചാലായി പോകും. ബീച്ചുണ്ട്, ബീച്ച് ലൈറ്റാണ്. നല്ല വീടുകൾ.
എന്നിട്ട് ബീച്ച് എന്നത് കഴിഞ്ഞ് വേറെ പ്രത്യേകിച്ചൊന്നും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്തോ ചെറിയ ആഘോഷമൊക്കെ നടക്കുമായിരുന്നു തോന്നും. ഇതാണ് ഈ കായൽപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ഈ ബീച്ച് മാത്രമേ അട്രാക്ഷൻ ആയിട്ടുള്ളൂ. പക്ഷേ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകൾ ഒരു ലിവിങ് ഉള്ളൊരു ഗ്രാമമല്ല, പട്ടണം എന്ന് പറയാനല്ലോ കേട്ടോ, ഗ്രാമം അത് തന്നെ. എന്നായാലും ഈ സൈസ് കുറേ എണ്ണം അവിടെ ചത്ത് കിടപ്പുണ്ട് കേട്ടോ കരയിൽ. ഈ കണ്ട കടലിൻ്റെ കരയിൽ കൂടെ മുഴുവൻ നടന്നിട്ട് കാല് കടൽ വെള്ളത്തിൽ മുക്കില്ല എന്ന് പറഞ്ഞ മോശമല്ലേ? ഹായ്. കന്യാകുമാരി വഴി കേരള പോകാം. ആ അല്ല ചുട്ടിപ്പാപ്പറ സൈഡ് സൈഡ് വണ്ടി വണ്ടി വണ്ടി. ഓക്കെ വരും. ആ ഓക്കെ இந்த സൈഡ് പോകില്ല. ഇല്ല ഇല്ല ഇല്ല, ഗിയേഴ്സ് എല്ലാം ഇരിക്കില്ലേ? അപ്പോൾ ഏതാവത് പ്രശ്നമായിരുന്ന ഞങ്ങൾ ട്രിപ്പേ ഉടഞ്ഞു പോയിടും. അതാ ഇപ്പോൾ കന്യാകുമാരി പോകും. സൈക്കിളേ? ആ സൈക്കിളേ പോറ. ആ കൊഞ്ചം ഇരിക്കട്ടും. ട്രിവാൻഡ്രം, ആലപ്പുഴ, കൊച്ചി 15 days പ്രോഗ്രാം. ഇന്നേക്ക് സ്ഥലമാണ്. സ്പോർട്സിലോട്ട് തന്നെ ഇപ്പം ഒരാൾ എവറസ്റ്റ് കയറുന്നതൊക്കെ എതുക്കെന്ന് കേട്ടാൽ എന്നെ ചൊല്ലുവാங்க. ഒരു വർഷത്തിൽ 2-3 പേർ ഇറந்து போடுறாங்க இல்லை? எதுக்கு அது ஏறணும்னு சொல்லிட்டு என்ன சொல்லு, வாட்ஸ்அப்பில் அப்படிதான் இல்லையா? இப்போ நான் கேட்கட்டுமா, இப்போ நான் சைக்கிளில் வந்தது மட்டும்தானே இப்போ உனக்கு நம்ம தம்பி பேச முடியல. வண்டியில் வந்து நம்ம நடக்குமா? இல்லை. அப்போ இந்த ட்ரிப்பில் நான் எவ்வளோ ஆளுகளை மீட் பண்ணி எவ்வளோ ஆளுகிட்ட பேசி இந்த மாதிரி பேசி காயல்பட்டணம் மெடிக்கல் இன்ஸ்டியூட் സെൻറ്റ് ജോസഫ് സ്കൂള്, திவின் குமார் இங்கே வந்து ஒரு புதிய ஃப்ரெண்டு. சேனல் சப்ஸ்கிரைப் பண்ணியாச்சு. அதான் முக்கியமான இது. சரி, இந்த எபிசோடில் இந்த வீடியோஸ் கொடுக்கலாம். வீடியோ அப்போ உங்கள் கூட இருக்கட்டும். அப்போ நான் சொன்னது தான், அப்போ நம்ம மறக்க மாட்டேன். இல்லைன்னா இங்கே போய் ஒரு வருஷமோ 2 வருஷம் കഴിഞ്ഞാൽ അന്ന് யாரோ ஒரு ஆள் பார்த்து ஏதோ ஒரு ஆள் பார்த்தா அவ்வளோதான். ഇത് റെക്കോർഡായിട്ടാണ് இருக்கும். അങ്ങനെ ഞങ്ങൾ തിരുച്ചെന്തൂർ വന്നു. തിരുച്ചെന്തൂർ അപ്പോൾ ഇന്നിവിടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. ടൗണിൽ ഭയങ്കര റഷ്. അങ്ങോട്ട് പോയാൽ തന്നെ വണ്ടി തന്നെ തള്ളിക്കൊണ്ട് പോകാൻ തന്നെ പാടാമെന്ന് പറഞ്ഞത്. 11 മണിക്കേ തീരുള്ളൂ. ലാസ്റ്റത്തെ എന്തോ കലാശക്കൊട്ട് പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ അതിനൊരു 1.5 കിലോമീറ്റർ മുമ്പ് കിടക്കാനുള്ള സംവിധാനം നോക്കിയപ്പോൾ ടൗണെല്ലാം തിരക്കാണ്ട് ഇനിയിപ്പോൾ ടെൻറ്റും പൊതിഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഇവിടെ ഒരു ലോഡ്ജിങ് കിട്ടി. പുതിയൊരു ലോഡ്ജാണ്. ഇവിടെ എല്ലാം വെച്ചൊന്ന് കുളിച്ച് റെഡിയായി കഴിഞ്ഞിട്ട് ടൗണിലൊരു ഓട്ടോയൊക്കെ വിളിച്ച് പോയി അമ്പലമൊക്കെ ഇതിൻ്റെ അതിലേക്ക് ഒന്ന് കറങ്ങി ടൗണൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ വീണ്ടും കാണാം. ഇവിടുന്ന് നമ്മൾ മണപ്പാട്, ഊവരി, അങ്ങനെ കൂടംകുളം വഴി കന്യാകുമാരി സൈഡിലോട്ടാണ് നാളത്തെ തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, പക്ഷേ ബൈ.